നമുക്ക് നമ്മുടെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. വേണ്ട നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേന് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത് 2 പാക്കറ്റാണ്. ഒരെണ്ണം ഇതിൻ്റെ ഹാൻഡിലും ബാക്കി ഇതിൻ്റെ ആക്സസറീസുമാണ് വരുന്നത്. നമുക്ക് ആദ്യത്തെ പാക്കറ്റ് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിലാദ്യം വരുന്നത് ഇതിൻ്റെ ഹാൻഡിലും പിന്നെ വരുന്ന ഒരു കാർഡുമാണ്. ഇത് ഫുൾ ഹിന്ദിയാണ്. പിന്നെ ഒരു QR ഒക്കെ ഉണ്ട്. അത് നമുക്ക് തൽക്കാലം ഇതെടുത്ത് ദൂരക്കളയാം. അതുകൊണ്ട് ഇതിൻ്റെ ഹാൻഡിൽ എന്ന് പറയാൻ കൈ പിടിക്കുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു കംഫർട്ട് ഉണ്ട് പിടിക്കുമ്പോഴത്തേനാണേലും. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇച്ചിരി ചെറിയൊരു ക്വാളിറ്റി ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്കി മെക്കാനിസത്തിലേക്ക് പോകാം. ബാക്കി പാക്കറ്റിൻ്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ റബ്ബറാണ്. നമുക്കിത് അത്യാവശ്യം ടൈറ്റ് ഉണ്ട്. നമുക്ക് വലിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വലിയുന്നുണ്ട്. പിന്നെ വരുന്നത് വാട്ടർ ലെവൽ നമ്മുടെ കൈ ചെരിയുന്നുണ്ടോ, ടാർജറ്റ് മാറുന്നുണ്ടോ നോക്കാനുള്ള. പിന്നെ ലേസർ അടിച്ച് നോക്കിയിട്ട് അതിന് അത്രയ്ക്ക് ചാർജ് ഒന്നും കാണുന്നില്ല. കാരണം വെട്ടത്തിന് അത്യാവശ്യം പവർ കുറവുണ്ട്. ബാക്കി നമുക്കപ്പോൾ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഈ സ്ക്രൂ ഊരിക്കഴിഞ്ഞ് അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, ഇടയ്ക്കത്തെ വെട്ടിൻ്റെ അകത്ത് നമ്മുടെ റബ്ബർ ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ച് അത് വീണ്ടും ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ഈ 2 സ്ഥലവും ഒന്ന് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. അടുത്ത സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് സെറ്റാക്കാം. അതും അത്യാവശ്യം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വലിച്ചു നോക്കാം. ഇത് വലിച്ചു നോക്കിയിട്ട് അത്യാവശ്യം ടൈറ്റ് ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു കൈ പിടിക്കാനൊരു കംഫർട്ടും ഉണ്ട്. പിന്നെ ഇടത്തെ സൈഡിൽ നമുക്ക് വാട്ടർ ലെവൽ വെച്ച് കൊടുക്കുക. അത് ജസ്റ്റ് കയറ്റി ഇങ്ങനെ താഴോട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ അകത്ത് ഇരുന്നോളൂ. സെയിം മെത്തേഡിൽ തന്നെ ഇപ്പുറത്തെ ലേസറും കൂടെ വെച്ച് നോക്കാം. സംഭവം സെറ്റായ സ്ഥിതിക്ക് നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണ്ടേ. ഇത് അത്യാവശ്യം വലിക്കുമ്പോഴും കൈ പിടിക്കുമ്പോഴും എല്ലാം അത്യാവശ്യം നല്ല കംഫർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ടെസ്റ്റ് അടിച്ച് നോക്കാം. ടെസ്റ്റ് അടിച്ച് കണ്ട് ഇത് കണ്ടോ, വലിക്കുന്നത് കണ്ടോ. എൻ്റെ ഷോൾഡർ വരെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിത് പുറകോട്ട് പുള്ളി ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടും ഉണ്ട്. കൈ പിടിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണ്ട ആ കാണുന്ന ബോഗൻവില്ലയുടെ ഫ്ലവറിട്ട് തന്നെ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇതിൻ്റെ ലേസറിന് ഇച്ചിരി ചാർജ് കുറവുണ്ടായിരുന്നു. പക്ഷേ ടാർജറ്റിനൊന്നും ഒരു കുഴപ്പമില്ല. ആ ഉള്ള ലൈറ്റിൽ തന്നെ പക്കായിട്ട്. ഞാനിത് ഓൺലൈനിൽ മീഷോയിൽ നിന്ന് മേടിച്ചൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് 150 രൂപ മാത്രമാണ് ഈ പ്രോഡക്റ്റിന് റേറ്റ് വരുന്നത്.